ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. കഴിഞ്ഞ 4 വർഷമായി നിരാലംബരായി കഴിയുന്നവർക്ക് അത്താണിയായ ആശ്രയം കെയർ ഹോമിന് സ്വന്തമായി കെട്ടിടമൊരുങ്ങുന്നു. ഫെബ്രുവരി 1 തെക്കുമുറിയിൽ രാവിലെ 10:30 മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിശബ്ദ സേവനത്തിലൂടെ നിരാലംബർക്ക് അത്താണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആശ്രയം കെയർ ഹോം. അശരണരായവർക്ക് സംരക്ഷണവും ഭക്ഷണവും മരുന്നും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയാണ് ആശ്രയം കെയർ ഹോം സേവനം തുടരുന്നത്. നിലവിൽ ഒരു വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചു വരുന്ന ആശ്രയം കെയർ ഹോമിന് സ്വന്തമായി കെട്ടിടം ഉയരുകയാണ്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 10:30 കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാസ്ഥാപനം നിർവഹിക്കും. ഇതിന് സ്വന്തമായൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കാരുണ്യ പ്രവർത്തകനായ സുമനസ്സുള്ള KV ഷംസുദ്ദീൻ പച്ചാട്ടി, പാരമൗണ്ട് എന്ന് പേര് അറിയപ്പെടുന്ന മാന്യദേഹം തെക്കുമുറിയിൽ 19 സെന്റ് സ്ഥലം വാങ്ങിത്തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് ഈ വരുന്ന ഫെബ്രുവരി 1 രാവിലെ 10:30 തറക്കല്ലിടുകയാണ്. ഒരു കെട്ടിടത്തിന് വേണ്ടി 6000 സ്ക്വയർ ഫീറ്റ്, ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ്. അതിൻ്റെ ഉള്ള തറക്കല്ലിടുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി വി അബ്ദുറഹ്മാൻ അവർക്കാണ് തറക്കല്ലുകൾ നിർവഹിക്കുന്നത്. MLA-മാരായ കുറുക്കോളി മൊയ്തീൻ, പി നന്ദകുമാർ, KT ജലീൽ, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് കായൽമഠത്തിൽ, കോയ പുത്തോട്ടിൽ, ദിലീപ് അമ്പായത്തിൽ, ഡോക്ടർ MN അബ്ദുറഹ്മാൻ, അഷ്റഫ് റീഗൾ, ഖാജ ഷറഫുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.